ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോഴിമുട്ട കൊണ്ട് പ്ലേറ്റ് നിറയെ ഉള്ള ഒരു ചായക്കടിയാണ്. സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ നിന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടിയോളം വരുന്ന ക്യാരറ്റും ഒരു കൈപ്പിടിയോളം വരുന്ന കാബേജും ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ നീക്കി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സവാളയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതിലേക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഇതേപോലെ ഒരു ക്രീം പരുവത്തിലൊന്ന് അടിച്ചെടുക്കുക. അപ്പം നമ്മളിവിടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഉണ്ടാകും. അതുകൂടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഈ മയോണൈസ് കൂടെ നമ്മളുടെ വെജിറ്റബിളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുളക് പൊടിയുടെ ആണെങ്കിലും കുരുമുളക് പൊടിയുടെ ആണെങ്കിലും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ ആവുന്നതുവരെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു 4 ബ്രെഡ് പൊടിച്ചെടുത്തത് കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ആ വെജിറ്റബിളിന് അനുസരിച്ചായിരിക്കും നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ അളവിന് മാറ്റം വരിക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ടത്. അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നല്ലൊരു ബൈൻഡിങ് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഏത് ഒരു ബോളായിട്ടോ ഏതാണ് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് അത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഒരു 4 ബ്രെഡ് കൂടെ ഒന്ന് എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അത് കുറച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച അതേ ഷേപ്പിലേക്കൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കണ്ടോ? ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കുന്നത് വരെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം മയോണൈസ് കുറച്ച് കട്ടിയിൽ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ മയോണൈസ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടാണ് അടിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് കുറച്ച് കൂടുതൽ ബ്രെഡ് ക്രംസ് നമ്മുടെ സ്നാക്കിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ മയോണൈസ് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലാണ് മയോണൈസിന് നമ്മൾ ഉപയോഗിക്കുക. മണമില്ലാത്ത ഏതൊരു ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. ഏത് മണമില്ലാത്ത ഓയിലിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കണം. ബ്രെഡാണ് പുറത്ത് നമ്മൾ കവർ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ എണ്ണയുടെ ചൂടൊന്ന് ക്രമീകരിച്ച് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരെണ്ണമല്ല നമ്മൾ ഇട്ട് കൊടുത്തത് മുഴുവനും ആയിട്ടുണ്ട് ഒരു ഭാഗം. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ അതെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.